നമസ്കാരം. അപ്പോൾ എന്താണ് ഇത് വെല്ലുവിളികളുടെ സീസണാണ്. മാരാറ് കുറച്ചു ദിവസമായിട്ട് യൂട്യൂബിനകത്ത് ഇരുന്നു കൊണ്ട് അടച്ചിട്ട റൂമിൽ ഇരുന്നു കൊണ്ട് ക്യാമറയുടെ മുന്നിൽ ഇരുന്നു കൊണ്ട് വെല്ലുവിളിക്കുന്നുണ്ട്. എന്തെന്നറിയാമോ? വാടാ ചുണയുണ്ട്, വാ, നിനക്കൊക്കെ ഒരു നേരത്തെ ആഹാരം ഞാൻ തരാം, 10,000 10,000 1 ലക്ഷമോ കൂട്ടിക്ക് ആഹാരം ഞാൻ തരാം, നമുക്ക് നേർക്ക് നേരെ ഇരുന്ന് സംവദിക്കാം, നമുക്കൊരു സംവാദത്തിൽ ഏർപ്പെടാം എന്ന് പറഞ്ഞുകൊണ്ട് അഖിൽ മാരാർ വെല്ലുവിളിക്കുന്നുണ്ട്. എന്നിട്ട് ഇന്നലെ വീണ്ടും ഒരു വീഡിയോ ഇടുന്നുണ്ട്. അതായത് വെല്ലുവിളികൾ ആരും ഏറ്റെടുത്തില്ല, ഈ പറഞ്ഞതുപോലെ എന്താണ് ആർക്കും ചങ്കുറപ്പില്ല, ആർക്കും നട്ടലിനുറപ്പില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അഖിൽ മാരാറ് അവിടെ കിടന്ന് അങ്ങനെ പൂണ്ട് വിളയാടുകളാണ്. അപ്പൊ നമുക്ക് അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാം. വെല്ലുവിളി ഏറ്റെടുക്കണോ വേണ്ടേ എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഞാൻ വഴിയേ പറയാം. ആദ്യം ഞാൻ പറഞ്ഞ ചെറിയൊരു ക്ലിപ്പിംഗ് നമ്മൾ ആദ്യം കേൾക്കാം. അവിടെ ഇവിടെയുമായിട്ട് കിടന്ന് വിമർശിക്കുന്ന ആൾക്കാർക്ക് പട്ടിയുടെ വില പോലും കൊടുക്കരുത്, അവന്മാരെയൊക്കെ എന്തിനാണ് മൈൻഡ് ചെയ്യാൻ പോകുന്നത്, റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അവന്മാരൊക്കെ കിടന്ന് കാണിക്കുന്നത് എന്നാണ് എന്റെ എല്ലാ സുഹൃത്തുക്കളും എന്നോട് പറഞ്ഞത്. പക്ഷെ അവിടെ ഇവിടെയും കിടന്ന് പ്രതികരിക്കുന്നവർക്ക് പട്ടികളുടെ വില പോലും കൊടുക്കരുത് എന്ന് അഖിൽ മാരാറിന്റെ സുഹൃത്തുക്കൾ പറഞ്ഞു. മാരാറെ, ആ സുഹൃത്തുക്കളുടെ അടുത്ത് പറഞ്ഞേക്കാം, ഒരു പട്ടിയുടെയും സർട്ടിഫിക്കറ്റ് ഇവിടെ വേണ്ട, മനസ്സിലായോ? ഒരു കൂത്തിപ്പട്ടികളുടെയും സർട്ടിഫിക്കറ്റ് നമുക്ക് വേണ്ട, മനസ്സിലായോ? ഒരു പട്ടികളുടെയും സർട്ടിഫിക്കറ്റ് നമുക്ക് ഇവിടെ വേണ്ട. ആ കൂട്ടുകാരന്മാരുടെ അടുത്ത് അങ്ങ് പറഞ്ഞു തരും. പിന്നെ അടുത്ത നിങ്ങൾ പറഞ്ഞത് അതിന്റെ ക്ലിപ്പിംഗ് വേണമെങ്കിൽ ഞാൻ ഇടാം. ഒരു ചെറിയൊരു ക്ലിപ്പിംഗ് ഉണ്ട്. ഓക്കെ. ഇവിടെ ചർച്ചയിൽ സീക്രട്ട് ഏജന്റ് സായിയോട് പറയുന്നത്, നിങ്ങൾ അടച്ചിട്ട റൂമിൽ ഒരു മൊബൈൽ എടുത്തു വെച്ച് ഈ ലോകത്തെ മുഴുവൻ വിമർശിച്ച് നന്നാക്കാൻ ശ്രമിച്ചോളൂ, നേർക്ക് നേരെ മൂത്ത് നോക്കി. നിങ്ങൾ അടച്ചിട്ട റൂമിൽ എന്താണ് സീക്രട്ട് ഏജന്റിനോട് പണ്ട് പറഞ്ഞതാണ്, നിങ്ങൾ അടച്ചിട്ട റൂമിൽ എന്താണ് ഒരു ക്യാമറ എടുത്തുകൊണ്ട് നിങ്ങൾക്ക് പറയാനുള്ളത് പറഞ്ഞോളൂ എന്നുള്ളത്. താങ്കൾ എന്താണ് ചെയ്യുന്നത്? താൻ എന്താ ചെയ്യുന്നത് ഇവിടെ? ഈ മാരാർ എന്താ ചെയ്യുന്നത്? അടച്ചിട്ട റൂമിലല്ലേ, നീ ഒന്ന് ഓപ്പൺ ആയിട്ടിരുന്നാണോ ഇപ്പൊ പറയുന്നത്? അല്ലല്ലോ, അടച്ചിട്ട റൂമിൽ ഇരുന്നോ എന്നെ പറയുന്നത്. ഇത് എന്നാണ് താങ്കൾ വല്ല സെലിബ്രിറ്റി പരിവേഷം കിട്ടിയത് താങ്കൾക്ക്? താങ്കളും ഇതുപോലെ ക്യാമറയ്ക്ക് മുമ്പിൽ ഇതുപോലെ ഫോണിന് മുമ്പിൽ കാറിനകത്തിരുന്നത് കണ്ട് എന്നെ വിമർശിച്ചത്. ഈ പറഞ്ഞ മുഖ്യമന്ത്രിക്കെതിരെ എനിക്ക് കേസുണ്ടെന്ന് പറഞ്ഞ് വലിയ വായിൽ വലിയ പൊങ്കച്ചം പോലെ എല്ലാ ഇന്റർവ്യൂസിലും പോയി പറയില്ല. അത് എവിടെ ഇരുന്ന് പറഞ്ഞാണ്? അങ്ങനെ അടുക്കളക്കകത്ത് പോയിരുന്ന് പറഞ്ഞാണോ? അല്ലല്ലോ, താങ്കളുടെ വീട്ടിലിരുന്നു കൊണ്ട് അല്ലെങ്കിൽ താങ്കളുടെ കാറിനകത്ത് താങ്കളുടെ ക്യാമറ വെച്ചിട്ട് താങ്കളുടെ ഫോൺ വെച്ചിട്ട് പറഞ്ഞ സംഭവമാണ്. മനസ്സിലായി? ഇപ്പൊ താങ്കൾ എന്തോ മറ്റവനായിപ്പോയി, ദൈവത്തിന് തുല്യമായിപ്പോയി എന്നൊരു തോന്നലില്ലേ, അഹങ്കാരം, അതിനാണ് ഇതെല്ലാത്തിനും കാരണം. പിന്നെ നിങ്ങൾ വിളിച്ചല്ലോ, വാ നമുക്ക് എന്ത് ചെയ്യാം, സംവദിക്കാം. എന്തിന് നീ വിളിക്കുന്നിടത്ത് അല്ലെങ്കിൽ അഖിൽ മാരാർ വിളിക്കുന്നിടത്ത് ഞാൻ വരേണ്ട ആവശ്യം തന്നെ? അതിന്റെ ഒരു ആവശ്യമില്ല. നമ്മളിവിടെ എന്താ പറഞ്ഞത്? താങ്കൾ അല്ലെങ്കിൽ അഖിൽ മാരാർ എന്ന് പറഞ്ഞ വ്യക്തി ഒരിക്കലും ഈ പറഞ്ഞ കഴിവില്ലാത്തവനാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ആരും പറഞ്ഞിട്ട് എനിക്കറിയില്ല. താങ്കൾ ഒരു കഴിവുള്ളവൻ തന്നെയാണ്, താങ്കൾ ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ തന്നെയാണ്, മനസ്സിലായോ? പിന്നെ അത് നിങ്ങൾ തുറന്ന് സമ്മതിക്കുകയും ചെയ്തു. നിങ്ങൾ തന്നെ പറയുന്നുണ്ട്, ഇന്നലത്തെ വീഡിയോ നിങ്ങൾ തന്നെ പറയുന്നുണ്ട്, ഞാൻ കളിച്ചു, ശരിയാണ്, ആരും എന്നെ എന്ത് ചെയ്തില്ല, വലുതായിട്ടൊന്നും പറഞ്ഞില്ല, പക്ഷെ കൂടെ നിൽക്കുന്നവരെ അങ്ങനെ പറഞ്ഞാൽ കൂടെ നിൽക്കുന്നവരെ എങ്ങനെ ഞാൻ തള്ളി പറയും എന്നൊരു ചെറിയൊരു പൊങ്ങച്ചം കറന്നുകൊണ്ട് താങ്കൾ സമ്മതിച്ചു കഴിഞ്ഞു. അതിനകത്ത് നിങ്ങൾ സമ്മതിച്ചു കഴിഞ്ഞു ഇതാണ് അത് സീസൺ ഫ്ലോപ്പ് ആണെന്ന് താങ്കൾ അറിയാതെ അത് തന്നെയാണല്ലോ നമ്മൾ പറഞ്ഞത്. ഈ സീസൺ ഫ്ലോപ്പ് ആണോ ഇല്ലയോ എന്നുള്ളതായിരുന്നല്ലോ നമ്മുടെ ഇവിടുത്തെ സംവാദം. അത് താങ്കൾ തുറന്ന് സമ്മതിക്കുന്നില്ല. പിന്നെ താങ്കളുടെ ആഹാരത്തിന് വേണ്ടി ആഹാരം കഴിക്കാതെ കിടക്കും നമുക്ക് ആണോ? നമ്മൾ ആഹാരം കഴിക്കാതെ കിടക്കുകയാണോ? ഇല്ലല്ലോ. നമ്മൾ താങ്കളുടെ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയിട്ട് നിങ്ങളെ വീട്ടിൽ വന്നിട്ട് ആഹാരം കഴിക്കേണ്ട ഗതികേട് നമുക്കില്ല, മനസ്സിലായോ? അതിനുള്ളതൊക്കെ നമ്മളിവിടെ ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാനിവിടെ ഇത്രയും വരെ മീഡിയയിൽ കൂട്ടാം, മറ്റവരെ വിളിക്കാം, മറിച്ചവരെ കൂട്ടാം, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു നേരത്തെ ആഹാരം തരാം എന്നൊക്കെ പറഞ്ഞ വലിയ വായിൽ പറഞ്ഞില്ലേ, അതിന്റെ ആവശ്യമില്ല. മനസ്സിലായോ? അടുത്തത് പിന്നെ വരുന്നത്, അപ്പൊ നിങ്ങൾ അത് സംബന്ധിച്ചു ആദ്യത്തെ കേസ് ഈ പറയുന്ന ഫ്ലോപ്പാണെന്ന് ഞാൻ ഇപ്പോഴും പേഴ്സണലി വിശ്വസിക്കുന്നതെന്നറിയാമോ? ഈ പറയുന്ന അഖിൽ മാരാർ എന്ന് പറയുന്ന ബിഗ് ബോസ് മെറ്റീരിയലിന്റെ ഒരു പകുതി പോലും കഴിവുകൾ എന്ത് ചെയ്തിട്ടില്ല, പുറത്തിറക്കിയിട്ടില്ല, അതിനുള്ള അവസരം കിട്ടിയിട്ടില്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത്രമാത്രം പൊട്ടൻഷ്യൽ ഉള്ള ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു അഖിൽ മാരാർ. അതിന്റെ പകുതി പൊട്ടൻഷ്യൽ പോലും ഈ പറയുന്ന ബിഗ് ബോസിനകത്ത് പുറത്തെടുക്കാൻ കഴിഞ്ഞില്ല. അതിന് കാരണം അവിടുത്തെ കണ്ടസ്റ്റന്റ് ആണ്. കണ്ടസ്റ്റന്റ് അങ്ങനെ ആവാനുള്ള ഒരു കാരണം നിങ്ങൾ കൂടിയാണ് എന്നാണ് നമ്മൾ ഉദ്ദേശിച്ച് പറഞ്ഞത്. നിങ്ങൾ എന്നാൽ പറയുന്നത് കേട്ടു, ഈ പറയുന്ന ഷിജുവിനെ നമ്മൾ മെസ്സേജ് അയച്ചു, നിങ്ങൾ പിന്നീട് ഈ പറഞ്ഞ ബിഗ് ബോസിൽ ഉണ്ടല്ലേ, പട്ടിയുടെ സൗണ്ട് ഇട്ട് ക്ഷമിക്കുക, നിങ്ങൾ ഇതുപോലെ ബിഗ് ബോസിൽ ഉണ്ടല്ലേ എന്ന് ചോദിച്ചു. ഷിജു തിരിച്ചൊരു മെസ്സേജ് അയച്ചു, നീ ഉണ്ടെന്ന് അറിഞ്ഞല്ലോ, ഇത്രയേ ഉള്ളൂ നമ്മൾ തമ്മിലുള്ള കോൺവെർസേഷൻ, പിന്നെ നിങ്ങൾ വിളിച്ചിട്ടേ ഇല്ല, കണ്ടിട്ടേ ഇല്ല, മറന്നുപോയാ മാറാറെ. ഈ ബിഗ് ബോസ് വീടിനകത്ത് വെച്ച് നിങ്ങൾ ഷിജു സംബന്ധിച്ചിട്ട് പരസ്പരം കണ്ടിട്ടുണ്ടെന്ന്, നിങ്ങൾ പരസ്പരം ഡ്രസ്സ് എടുക്കാൻ പോയിരുന്ന, ഒത്തെടുക്കാൻ പോയിരുന്ന, അങ്ങനെ ഒരു ചർച്ച നടന്നിട്ടുണ്ട്. ഇതൊക്കെ മറന്നുപോയാ മാറാറ്? അല്ലെങ്കിൽ കോമൺ സെൻസ് വെച്ച് ചിന്തിച്ചു നോക്കിയാവും. രണ്ട് മുമ്പേ സുഹൃത്തുക്കളായിരുന്നു എന്ന് പറയണു. ഈ പറയുന്ന എന്താണ് നമ്മൾ മെസ്സേജ് അയച്ചു, നീ പിന്നീട് ബിഗ് ബോസിൽ പോകണല്ലോ, ഞാനും കേട്ടു ബിഗ് ബോസിൽ പോകുന്നു എന്ന്, മനസ്സിലായോ? എന്നിട്ട് നിങ്ങൾ വിളിച്ചിട്ടില്ല, കണ്ടിട്ടില്ല. ഞാൻ ഇപ്പോഴും നെഞ്ച് കൈവച്ച് പറയുന്നത്, നിങ്ങൾ വിളിച്ചിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. ഇവരെ മാത്രമല്ല, ബിഗ് ബോസിൽ വരാൻ ചാൻസ് ഉണ്ട് എന്ന് നിങ്ങൾ കരുതി, അല്ലെങ്കിൽ നമ്മൾ പ്രെഡിക്ഷൻ ലിസ്റ്റ് വരെ നിങ്ങൾ വിളിച്ചിട്ടുണ്ട്.
നമുക്ക് ഇങ്ങനെ ഒരു മീറ്റിംഗ് കൂടാൻ നമുക്ക് നേരിട്ട് കാണാൻ പറ്റുമോ എന്ന് അഖിൽ മാരാർ ചോദിച്ചിട്ടുണ്ട്. ഇല്ലെന്ന് പറയാൻ പറ്റേ. ഇനി ആ വിളിച്ച വ്യക്തി എന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കുള്ളൂ? ആ വിളിച്ച വ്യക്തി ഇരുന്ന് പറയണോ എന്നെ ഇതുപോലെ വിളിച്ചിട്ടുണ്ടോ എന്ന്? അതാണ് നിങ്ങൾ നിർബന്ധിക്കാൻ ചിലപ്പോൾ അവരും പറയുമായിരിക്കും. ആരായിക്കോട്ടെ, അത് ആരാന്ന് അഖിൽ മാരാർക്ക് അറിയാം. മനസ്സിലാവും. അതുകൊണ്ട് അഖിൽ മാരാർ ഇങ്ങോട്ട് വെല്ലുവിളിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക. താങ്കളുടെ ഈ പറയുന്ന അവിടെ ഇരുന്നു കൊണ്ട് ഈ വിവരമില്ലായ്മ, ഈ അല്പത്തരം എന്നൊക്കെ പറഞ്ഞില്ലേ, അതൊന്നും വിളമ്പരുത്. നിങ്ങളും ഇതേ സ്ഥിതിയിലൊക്കെ ഇപ്പം റീച്ചൊന്നും ഇല്ല. ഇപ്പം ഇനാഗ്രേഷനൊക്കെ തീർന്നു. ഇത്രയും കാലം ഭയങ്കര അടങ്ങിയിരിക്കുകയായിരുന്നു, മറ്റുള്ളവരെ കുറ്റം പറഞ്ഞു. എന്താണ് പറഞ്ഞത്? ഞാൻ സ്വഭാവം കൊണ്ട് അഹങ്കാരിയായ ഞാൻ ഈ നേട്ടങ്ങൾ കൊണ്ട് അഹങ്കാരിയാവാതിരിക്കട്ടെ. അതാണ് നിങ്ങളിപ്പോൾ ആയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ വാക്ക് നിങ്ങൾക്ക് ഇതിനെ പാലിക്കാൻ പറ്റാത്ത രീതിയിൽ നിങ്ങളും ഇപ്പോൾ ഒരു വലിയൊരു അഹങ്കാരിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. താങ്കളുടെ പറച്ചിലുകളിലും താങ്കളുടെ എല്ലാ സ്റ്റേറ്റ്മെന്റിലും ഒരു അഹങ്കാരത്തിന്റെ ധ്വനി ഉണ്ട്. അത് വ്യക്തമായിട്ട് ഈ പറയുന്ന ചോറ് കഴിക്കുന്നവർക്ക് മനസ്സിലാവുന്നുണ്ട് അഹങ്കാരം. ഞാൻ എന്തോ മറ്റവനായി എന്നുള്ള ചിന്തയാണ് നിൽക്കുള്ളത്. അല്ലാതെ നിങ്ങളെ വിളിക്കുമ്പോഴേ ഈ പറഞ്ഞ ഒന്നാമത് ബിഗ് ബോസ് സീസൺ 5 റിവ്യൂ ചെയ്ത് കട്ടയം മടങ്ങി ഇനിയാണ് നിങ്ങളുടെ ഇനി അടുത്ത സീസൺ ആകുമ്പോൾ അതിന്റെ പ്രിപ്പറേഷൻ നടത്തണോ? നിങ്ങളുടെ ഒരു നേരത്തിന് ആഹാരത്തിന് വേണ്ടിയിട്ട് അങ്ങ് പോയി നിങ്ങളെ കൊടുത്ത് വന്ന് സമ്പാദിക്കാതിരിക്കണോ? എന്ത് മനസ്സിലായില്ല. ഇതാരും വരത്തില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണല്ലേ നിങ്ങൾ പറയുന്നത്. അതിന് നമ്മളിനി സമ്മതിക്കുക ഒന്നുമില്ല. താങ്കൾ സമ്മതിച്ചു കഴിഞ്ഞല്ലോ. ഞാനാണ് വലിയ കേവനായിരുന്നു, പിന്നെ മറ്റു മത്സരാർത്ഥികൾ അത്ര പോരായിരുന്നു, പിന്നെ ഞാൻ എങ്ങനെ തുറന്ന് സമ്മതിക്കും എന്നാണ് താങ്കൾ പറഞ്ഞത്. അപ്പൊ അതിനർത്ഥം താങ്കൾ അത് സമ്മതിക്കുന്നു എന്നുള്ളത്. രണ്ടാമത്തെ നമ്മുടെ അലിഗേഷൻ വരുന്ന മറ്റതില്ല, നിങ്ങൾ ഈ പറയുന്ന മറ്റുള്ള കണ്ടസ്റ്റൻസിനെ വിളിച്ചൊരു മീറ്റിംഗിന് വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്തോ എന്നുള്ളത്. അത് കൃത്യമായിട്ട് നമുക്കറിയാം നിങ്ങൾ ചെയ്തുകൊള്ളുന്നു. അത് നിങ്ങൾ തുറന്ന് സമ്മതിക്കൂ. തുറന്ന് പറയൂ, ഞാൻ ചെയ്തിട്ടില്ല, അത്രയ്ക്ക് ഞാൻ വെല്ലുവിളിക്കുന്നു, അങ്ങനെ ആരെങ്കിലും വിളിച്ചിട്ടുണ്ട് എന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഞാൻ ഇന്നേ ചെയ്യാൻ മറിച്ച് വെല്ലുവിളിക്കുന്നു എന്ന് നിങ്ങളൊരു വീഡിയോ ഇടുക. അപ്പോഴേ നിങ്ങൾ വിളിച്ചിട്ടുള്ള ആളെ എന്നെ വീഡിയോ ഇടും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കും. എനിക്ക് ഇത്രയും പറയുള്ളൂ. അഖിൽ മാരാരെ ഒരു പൊടിക്കിടങ്ങ്. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.